ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്റർ പുതിയ ഭാരവാഹികൾക്ക് താക്കോലും അനുബന്ധ രേഖകളും കൈമാറി. അനുമോദന സമ്മേളനവും നടത്തി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി വെള്ളിയാഴ്ച അധികാരമേറ്റു. സുപ്രീം കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ താക്കോലും അനുബന്ധ രേഖകളും, സെക്രട്ടറി BS വിനോദ്, പ്രസിഡന്റ് രാജീവ് കടകംപള്ളി, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ട്രഷറർ സാഗർ മക്കാടം എന്നിവർക്ക് കൈമാറി. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് MS മോഹനചന്ദ്രൻ, S രമണൻപിള്ള, കാര്യനിർവഹണ സമിതി അംഗങ്ങൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ, പൊതുഭരണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും മുൻ ഭരണസമിതി അംഗങ്ങളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും മറ്റ് ഗവൺമെൻറ് അധികാരികളുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു. ഇന്ന് ആ ഒരു ഭരണസമിതി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചുമതല സുപ്രീം കോടതിയുടെ വിധി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിക്ക് ഏൽപ്പിക്കേണ്ട ഒരു ദിവസമായിരുന്നു. ആ ധന്യ മുഹൂർത്തം കഴിഞ്ഞു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾക്ക് പുറമെ പരബ്രഹ്മ വിശ്വാസ സമിതി ജനറൽ കൺവീനർ PB സത്യദേവൻ, വൈസ് ചെയർമാൻ S കൃഷ്ണകുമാർ, SNDP യോഗം കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് K സത്യശീലൻ, ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, KP ചന്ദ്രൻ, R സോമൻപിള്ള, കോശി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാനായി ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ 100% അങ്ങനെയുള്ളവരെ അറിഞ്ഞു മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകൂ. നന്മയുടെ പൂക്കാലം തീർക്കണമെങ്കിൽ 277 പൊതുഭരണ സമിതി അംഗങ്ങളും പരബ്രഹ്മ വിശ്വാസികളും നമ്മുടെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും ഒന്നിച്ച് നമുക്ക് പ്രവർത്തിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ക്ഷേത്രത്തെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 277 ഭരണസമിതി അംഗങ്ങളും അതിനേക്കാൾ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. വളരെ കൃത്യമായി തന്നെ ഈ സമിതിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചന മുഴുവൻ പ്രവർത്തക സമിതി അംഗങ്ങളെയും പൊതുഭരണ സമിതി അംഗങ്ങളുടെ അനുമതിയോടുകൂടി പബ്ലിക്കിനോട് അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാൻ കഴിയും. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.